നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധ വാർത്തയിലേക്കാണ്. നീറ്റിൽ ഇന്നും പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റ് സ്തംഭിച്ചു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷാവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പിരിഞ്ഞു. പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് രാഹുൽ ഗാന്ധി സഭയിൽ വ്യക്തമാക്കി. അതേസമയം നീറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ വീണ്ടും പ്രമേയം അവതരിപ്പിച്ചു. ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, അങ്ങനെ നീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണല്ലോ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ആർക്കെ? തീർച്ചയായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ നീറ്റ് വിഷയം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളന സഭാ നടപടികളെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ വിഷയം ശക്തിയുക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്ക് ഒപ്പമാണ്. വിദ്യാർത്ഥികളുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സഭയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ച മറ്റേതിനേക്കാളും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ച് അത് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കെ സി വേണുഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസിന് വേണ്ടി ഔദ്യോഗികമായിട്ട് നോട്ടീസ് നൽകിയിരുന്നത്. മറ്റ് പാർട്ടികളും CPM അടക്കമുള്ള പാർട്ടികളും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയിരുന്നു. എന്നാൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസുകളൊന്നും പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. തുടർന്ന് 12 മണി വരെ ആദ്യവും പിന്നീട് 12 മണിക്ക് സഭ ചേർന്നപ്പോഴും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് കണ്ടത്. തുടർന്ന് സഭാ നടപടികൾ ഇന്നത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് സ്തംഭിച്ചു. അത് നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തിലായിരുന്നു. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും തിരികെ ഗുഡ് ആഫ്റ്റർനൂൺ നൽകുന്നു. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത് നീറ്റ് വിഷയത്തിലെ പ്രതിഷേധമായിരുന്നുവെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ, നിയമസഭയിലേക്ക് എത്തുമ്പോൾ കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ MLA KK ലതികയെ ന്യായീകരിക്കുന്നു സർക്കാർ നിയമസഭയിൽ. വർഗീയതയെ എതിർക്കുന്ന പോസ്റ്റാണ് KK ലതിക ഇട്ടതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. മന്ത്രിയും ഭരണപക്ഷ അംഗങ്ങളും ചേർന്ന് സഭയെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. വടകരയിലെ കാഫിർ പോസ്റ്റർ വിവാദം ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഭരണപക്ഷത്തെ ഒരു മുൻ MLA ഈ പോസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ടതായും ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുമായിരുന്നു മാത്യു കുഴൽനാടന്റെ ചോദ്യം. എന്നാൽ KK ലതികയെ പൂർണ്ണമായും പിന്തുണച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷിന്റെ മറുപടി. വർഗീയതയ്ക്കെതിരായ പോസ്റ്റാണ് KK ലതികയുടേത്. തുടർന്ന് KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ മന്ത്രി MB രാജേഷ് വായിച്ചു. പോലീസ് ഫലപ്രദമായിട്ടാണ് ഇടപെട്ടത്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കണം. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇതിന് മറുപടിയായി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം ഭരണപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. അങ്ങ് പറയൂ, സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. അദ്ദേഹം പറയട്ടെ. ചോദ്യോത്തര വേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന പ്രതിപക്ഷ വിമർശനത്തിന് തെറ്റ് ആര് ചെയ്താലും നടപടിയെടുക്കുമെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. 24 തിരുവനന്തപുരം. P. ജയരാജനും മകനുമെതിരായ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. സംസ്ഥാന സർക്കാർ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കുടപിടിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ചട്ടപ്രകാരം അനുവദിക്കാനാകില്ല എന്നായിരുന്നു സ്പീക്കർ എടുത്ത നിലപാട്.
പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരായ മനു തോമസിന്റെ തുറന്നുപറച്ചിൽ സഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. എന്നാൽ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം പ്രതിപക്ഷത്തെ നിരാശരാക്കി. ആദ്യം തടസ്സവാദം ഉന്നയിച്ച പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ്. ഇത് അഭ്യൂഹങ്ങളുടെയും വ്യാജോക്തികളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ആരോപണവും അപകീർത്തികരമായ പ്രസ്താവനയും അടങ്ങിയതാണ്. അതുകൊണ്ട് ഇത് ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പാടില്ല. ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന സ്പീക്കറും നിലപാടെടുത്തു. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. മനു തോമസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്നും വിഷയം സർക്കാർ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ക്വാറി ഉടമകൾക്ക് സഹായം ചെയ്യാൻ ഏരിയ സെക്രട്ടറിയെ വരെ മാറ്റിയെന്നും അധോലോക സംഘങ്ങൾക്ക് ഭരണപക്ഷം കൂട്ടുപിടിച്ചു നിൽക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം വിഷയം നിയമസഭയിൽ വീണ്ടും ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. 24 തിരുവനന്തപുരം. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും മകനുമെതിരായ ഗുരുതര സാമ്പത്തിക ആരോപണത്തിൽ മൗനം തുടർന്ന് CPIM നേതൃത്വം. കണ്ണൂരിൽ പാർട്ടി വിട്ട യുവനേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തലാണ് പാർട്ടിയെ വിട്ടിലാക്കിയത്. ജില്ലാ നേതൃത്വത്തെ മറികടന്ന് അനാവശ്യ പ്രകോപനമുണ്ടാക്കിയ P ജയരാജൻ വിഷയം വഷളാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം മനു തോമസിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് രംഗത്തു വന്നു. പി ജയരാജനും മകനുമെതിരെ ഗുരുതരാരോപണമാണ് പാർട്ടി വിട്ട മനു തോമസ് ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ ബന്ധം, വിദേശത്തടക്കം വ്യവസായം എന്നിങ്ങനെ മൂർച്ചയേറിയ ആരോപണങ്ങൾ. എന്നാൽ പി ജയരാജന് സംരക്ഷണമൊരുക്കാതെ നിശബ്ദതയിലാണ് CPIM നേതൃത്വം. മനുവിനെതിരെ ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കാത്ത വിമർശനം. പി ജയരാജൻ ഫേസ്ബുക്കിൽ ഉന്നയിച്ചത് അനവസരത്തിലെന്ന് വിലയിരുത്തൽ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം വിഷയം വഷളാകാൻ ഇടയാക്കിയതിൽ നേതൃത്വത്തിന് അതൃപ്തി. രാഷ്ട്രീയാക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ആരോപണ വിധേയനെങ്കിലും കടുത്ത സാമ്പത്തികാരോപണം പി ജയരാജൻ നേരിടുന്നത് ഇതാദ്യം. പ്രതിരോധമൊരുക്കാൻ തില്ലങ്കേരി ഗ്യാങ്ങും പതിവ് സൈബർ അണികളും മാത്രം. സമൂഹ മാധ്യമത്തിൽ മനുവിനോട് ഏറ്റുമുട്ടി കുരുക്കിലായത് പി ജയരാജനും മകൻ ജെയിൻ രാജും. അതേസമയം മനു തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി ആലോചിച്ച് അത് ചെയ്യും. കാരണം ഒരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ്. ഇതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രകോപനം തുടർന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് മുതിരുമെന്ന സൂചന മനു തോമസും നൽകുന്നു. 24 കണ്ണൂർ. ഇപ്പോൾ വരുന്ന വാർത്ത CPIM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മനു തോമസിന് പോലീസ് സംരക്ഷണം എന്നതാണ്. വീടിനും മനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകും. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയാണ് ആലക്കോട് പോലീസിന് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ സംസാരിക്കുമ്പോഴും മനു തോമസ് പറയുന്നുണ്ടായിരുന്നു, ഒരു ഭീഷണിക്കും വഴങ്ങില്ല, ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും, ആരെയും പേടിയില്ല എന്ന തരത്തിൽ. ഇപ്പോൾ ഇത്തരത്തിലൊരു സംരക്ഷണം നൽകാൻ ഇടയാക്കുന്ന സാഹചര്യം എന്താണ് സജോ? ഉന്മേഷ്, തുടർച്ചയായി വധഭീഷണി മനു തോമസ് നേരിട്ടിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ അയങ്കി അങ്ങനെ അടക്കമുള്ള പലരും സൈബർ സ്പേസിൽ പലതരം ഭീഷണികൾ വെച്ചിരുന്നു. അവർ പോസ്റ്റായും കമൻ്റായും ഒക്കെ പല ഭീഷണികളും മുഴക്കിയിരുന്നു. അതിന് പിന്നാലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്, ഈ ആക്രമണ സാധ്യത സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി. മനുവിൻ്റെ വീടിനും സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകണം എന്നത്. പക്ഷേ മനു നേരത്തെ ഇത് സംബന്ധിച്ച് മനുവിനോട് പോലീസ് ആശയവിനിമയം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഒരു സംരക്ഷണവും വേണ്ടതില്ല, പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് മനു സ്വീകരിച്ചത്. അതുകൊണ്ട് മുഴുവൻ സമയ സംരക്ഷണം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു തീരുമാനം ഒരു നിരീക്ഷണം ഉറപ്പാക്കുക എന്ന നിലയ്ക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്, വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പി ജയരാജനും മകനുമെതിരായ ഗുരുതരാരോപണം, അതിൻ്റെ പേരിൽ നിയമ നടപടി എന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെ സൈബർ അണികൾ, സൈബർ കൊട്ടേഷൻ എന്ന് മനു തന്നെ ആരോപിക്കും പോലെയുള്ള കൊട്ടേഷൻ ടീമുകളുടെയൊക്കെ
ഭീഷണി അതൊക്കെ സജീവമായി തുടരുന്നുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി വളരുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ആണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ പോലീസിൻ്റെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക നടപടിയാണ്. പക്ഷേ മനു ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം തനിക്ക് ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഭയക്കുന്നില്ല, നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് മനുവിനുള്ളത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് നിരീക്ഷണം ഉറപ്പാക്കുക, സംരക്ഷണം എന്ന നിലയ്ക്കാണ്. പക്ഷേ അതൊരു മുഴുവൻ സമയ സംരക്ഷണവും പൂർണ്ണ സമയം മനുവിനൊപ്പം. ശരി സജോ, ഏതായാലും പോലീസ് അത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി തന്നെ മനു തോമസിന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ആലക്കോട് പോലീസിന് ഒട്ടേറെ പ്രേക്ഷകർ വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ നൽകുന്നു. ദേവിക ദേവി ചോദിക്കുന്നത് ഇന്ന് ഹാഷ്മി ബ്രോ മുങ്ങിയോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളൊക്കെ സജീവമായി വരുന്നുണ്ട്. പ്രേക്ഷകർക്കിടയിൽ അവർ തമ്മിൽ നടത്തുന്ന ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ കമൻസിൽ നടക്കുന്നുണ്ട്. MK എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നത് ഉന്മേഷ് സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്പീഡ് കുറയ്ക്കുന്നു. ഡൽഹിയിൽ ശക്തമായ മഴയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്നും മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. ടെർമിനൽ 1 നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തും. ഡൽഹിയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത്. വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയാണ് തകർന്നത്. ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യത്തിൽ എയർപോർട്ട് അധികൃതരും അതോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രാലയവും അന്വേഷണം നടത്തും. അല്പസമയം മുൻപാണ് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അദ്ദേഹം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയത്. ഇതിൽ ഈ പരിക്കേറ്റ ആളുകൾക്ക് 3 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ് അപകട കാരണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന പ്രാഥമിക വിവരം. ഈ കാറ്റിനെയും മഴയും തുടർന്ന് ഈ മേൽക്കൂരയുടെ ഭീമുകൾ തകർന്നതാണ് അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭീമുകളും ഒപ്പം തന്നെ ഈ മുകൾ ഭാഗത്തെ ഷീറ്റുകളും ഒക്കെ റൂഫുകളും ഒക്കെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടു. 6ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അപകടത്തെ തുടർന്ന് യാത്ര നടത്താൻ കഴിയാതെ പോയിട്ടുള്ള യാത്രക്കാർക്ക് അവർക്ക് ഈ ടിക്കറ്റ് തുക തിരികെ നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ സ്ഥിതിഗതികൾ വീണ്ടും പുനഃസ്ഥാപിക്കും, അതായത് സർവീസുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുവരെ ഇപ്പോൾ നിലവിൽ ഈ CRPF അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെയുണ്ട്. ഈ പൊളിഞ്ഞു വീണ ഭാഗങ്ങൾ, ഈ ഷീറ്റിന്റെയും ഒപ്പം തന്നെ ബീമുകളുടെയും ഒക്കെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ശേഷം ഉച്ചയോടുകൂടി തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇതിൽ രതീഷ് കൂടി പറയുന്നുണ്ട് സത്യം അല്പം സ്പീഡ് കൂടിപ്പോയി എന്നുള്ളത്. സ്പീഡ് കൂടിപ്പോയി എന്നാണ് അഭിപ്രായമെങ്കിൽ സ്പീഡ് കുറച്ചേ നമ്മൾ വാർത്ത അവതരിപ്പിക്കുകയുള്ളൂ. ഉത്തരേന്ത്യയിൽ പ്രളയക്കെടുതി രൂക്ഷം. ജമ്മുവിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ അതിതീവ്ര മഴയാണ് പെയ്തത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി. 24 മണിക്കൂറിനിടെ 228.1 മില്ലിമീറ്റർ മഴയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 88 വർഷത്തിലെ ഏറ്റവും ശക്തമായ മഴ. ജനജീവിതത്തെ മഴ രൂക്ഷമായി ബാധിച്ചു. ഹസ്രത്ത് നിസാമുദ്ദീൻ, സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ വെള്ളക്കെട്ട് ബാധിച്ചു. ആസാദ് മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിൽ ബസ് മുങ്ങി. നഗരത്തിനകത്തും പുറത്തേക്കുമുള്ള പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹവും ഗതാഗതക്കുരുക്കിൽ 13 മിനിറ്റോളം കുടുങ്ങി. റോഡിലെ വെള്ളക്കെട്ടിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി BJP കൌൺസിലർ രവീന്ദർ സിംഗ് നേഗി രംഗത്തെത്തി. ജമ്മുകശ്മീരിലെ ഡോഡ ജില്ലയിലെ താത്രിയിൽ മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. നിരവധി വീടുകൾ തകർന്നു. അസം, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. വരും മണിക്കൂറുകളിൽ രാജസ്ഥാനിലും കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ഡൽഹി. നമ്മൾ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരിച്ചു. കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായി.
തത്കാലം മഴ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലുണ്ടായ വെള്ളക്കെട്ട് പല ഭാഗത്തും തുടരുകയാണ്. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളമൊഴിയുന്നില്ല. ചാലിയാർ, ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ കരകവിഞ്ഞു. വീടുകളിൽ വെള്ളം കയറി. കൂരാച്ചുണ്ടിൽ മണ്ണിടിഞ്ഞു. 1984-ൽ 8 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് വീണ്ടും അപകടം. വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ പാലക്കാട് മംഗലം ഡാം തുറന്നു. ചെറുകുന്നം പുഴയ്ക്കരികിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ചാല സ്വദേശി സുധീഷ് മരിച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ വീണാണ് മരണം. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റി. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ വെള്ളം കയറിയ ചാക്ക ബാലൻ നഗറിൽ ദുരിതം തുടരുകയാണ്. നാട്ടുകാർ പരാതിപ്പെട്ടതോടെ കോർപ്പറേഷൻ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം നീക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇതിൽ രശ്മിക്കുട്ടി എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു ചോദ്യമുണ്ട്. പൊതുജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും 24 ന്യൂസ് ചാനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് വളരെ നാളുകളായി ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, വാർത്ത നൽകാൻ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അക്കൗണ്ടിൽ നിന്നുള്ള ചോദ്യം. എല്ലാ ജില്ലകളിലും ബ്യൂറോ ഓഫീസുകളുണ്ട്, അവിടുത്തെ റിപ്പോർട്ടർമാരുണ്ട്. അവരെ ബന്ധപ്പെട്ടാൽ ആ വാർത്ത അവരെ അറിയിക്കാം. അത് കഴമ്പുള്ള വാർത്തയാണെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട് ആ വാർത്ത 24 പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യും. അതാണ് അതിനുള്ള മാർഗം എന്ന് അറിയിക്കുകയാണ്. ഒട്ടേറെ പ്രേക്ഷകരുടെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. നമ്മൾ തിരിച്ചും ഗുഡ് ആഫ്റ്റർനൂൺ നൽകിക്കൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. നെയ്യാറ്റിൻകര ചായ്ക്കോട്ട് കോണത്ത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ ചവിട്ടി വയോധികന് ദാരുണാന്ത്യം. നടൂർക്കൊല്ല സ്വദേശി ബാബുവാണ് മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തെങ്ങ് മറിഞ്ഞു വീണ് പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വൈദ്യുതി ലൈൻ പൊട്ടിവീണ വിവരം സമീപവാസികൾ മാരായിമുട്ടം KSEB ഓഫീസിൽ അറിയിച്ചുവെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബാബുവിന് ഇന്ന് രാവിലെ 7:30യോടെയാണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റത്. മാരായിമുട്ടം പോലീസ് കേസെടുത്തു. മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നീലഗിരി, ഗൂഡല്ലൂർ, ഓവലി, ധർമ്മഗിരിയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. കുണ്ടംപുഴയുടെ കൈവഴിയായ തോട്ടിലാണ് ഈ സംഭവം. തോട് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു കാട്ടാനക്കൂട്ടം. ഇതിനിടയിൽ ഒരു കാട്ടാന ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ആന രക്ഷപ്പെട്ട് വനമേഖലയിലേക്ക് കയറിപ്പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നിടയ്ക്കാണ് യൂട്യൂബിൽ ഒരു കമന്റ് ഇപ്പോൾ വരുന്ന ലില്ലി പറയുന്നത്, മഴ വരുമ്പോൾ അതിൻ്റെ സർവ്വശക്തിയും എടുത്തു വരും, കുറേ പേരെ കൊല്ലും, പിന്നെ കുറേയധികം നാശനഷ്ടങ്ങൾ. അങ്ങനെ എല്ലാ വർഷവും മഴ കെടുതി, മഴ ദുരിതം അതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എല്ലാ കൊല്ലവും എന്നാണ് ലില്ലി പറയുന്നത്. കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പൊതുകുളത്തിൽ കുളിച്ചത് രോഗബാധയ്ക്ക് കാരണമായി എന്നാണ് സൂചന. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി 12-കാരനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതോടൊപ്പം കുട്ടിയുടെ സ്രവം പുതുച്ചേരിയിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് സ്ഥിരീകരിച്ചത്. നാട്ടിലെ പൊതുകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു. ഇവിടെ നിന്ന് രോഗബാധയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. നഗരസഭയുടെ നേതൃത്വത്തിൽ കുളം ശുചീകരിക്കുകയും ഇവിടേക്കുള്ള പ്രവേശനം വിലക്കുകയും ചെയ്തിട്ടുണ്ട്. കുളത്തിൽ കുളിച്ചവരുടെ വിവരങ്ങളും ആരോഗ്യ പ്രവർത്തകർ ശേഖരിച്ചു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം 12-ന് മരിച്ച കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിക്കും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. 24 കോഴിക്കോട്. തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരനോട് കൊടും ക്രൂരത. അമ്മയുടെ രണ്ടാനച്ഛൻ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചു. ദേഹമാസകലം പൊള്ളലേറ്റ കുട്ടി SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുടപ്പനക്കുന്ന് സ്വദേശി വിജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 24-ാം തീയതിയായിരുന്നു സംഭവം. കുട്ടിയെ അമ്മുമ്മയെ ഏൽപ്പിച്ച് അമ്മ ജോലിക്ക് പോയ സമയത്തായിരുന്നു പൊള്ളലേറ്റത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് തങ്ങളെ വിവരം അറിയിച്ചതെന്ന് അച്ഛൻ അഭിജിത്ത് പറഞ്ഞു. മുത്തച്ഛനാണ് ചായ ദേഹത്തൊഴിച്ചതെന്ന് കുട്ടി തന്നോട് പറഞ്ഞെന്നും മുൻപും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അഭിജിത്ത് വന്ന് കയറി കണ്ടുടനെ എന്നോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ എനിക്ക് വയ്യ പുള്ളി എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അപ്പാപ്പൻ ചായ ഒഴിച്ചു തന്നെന്ന് പറഞ്ഞു. കുട്ടീൻ്റെ മുഖത്തൊക്കെ പാടുണ്ടായിരുന്നു, നുള്ളിയ പാടും ഇതൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു മോൻ പറഞ്ഞു എന്നോട് അപ്പാപ്പ അടിക്കും, അപ്പാപ്പ വഴക്ക് പറയും, അപ്പാപ്പ ചീത്ത വിളിക്കും. മണ്ണന്തല പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛൻ വിജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ മനഃപൂർവ്വം ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. വിജയകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം നടന്ന സമയം വീട്ടിലില്ലായിരുന്നുവെന്നാണ് വിജയകുമാർ പോലീസിനോട് പറഞ്ഞത്.
കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമാകും അറസ്റ്റ്. 24 തിരുവനന്തപുരം. ജോസ്വിൻ ജോസഫ് പറയുന്നുണ്ട്, പിള്ളേർക്ക് അവധി കൊടുത്തപ്പോൾ കോട്ടയത്ത് നല്ല വെയിൽ എന്നുള്ളത്. കോട്ടയം ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. ആ സാഹചര്യം വിലയിരുത്തി ജില്ലാ കളക്ടറാണ് ഇന്നലെ അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് എന്നാണ് ജോസ്വിൻ അറിയിക്കുന്നത്. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. ഒളിവിലുള്ള മുഖ്യപ്രതി സുനിലിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനാണ് പിടിയിലായത്. കൃത്യം നടത്താൻ പ്രതി അമ്പിളിയെ കാറിൽ കൊണ്ടുവിട്ടത് താനും സുനിലും ചേർന്നാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ദീപു കൊലക്കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്ന 4ാമത്തെ ആളാണ് പൂവാർ പൂങ്കളം സ്വദേശി പ്രദീപ് ചന്ദ്രൻ. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസിന് കൈമാറുകയായിരുന്നു. ഒളിവിലുള്ള പാറശാല സ്വദേശി സുനിലിന്റെ ഫോൺ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദീപിനെ കുറിച്ച് വിവരം ലഭിച്ചത്. സുനിൽ ഒളിവിൽ പോകും മുമ്പ് പ്രദീപിനെ വിളിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ദീപുവിനെ കൊലപ്പെടുത്താനുള്ള സർജിക്കൽ ബ്ലേഡ് മറ്റൊരിടത്ത് നിന്നാണ് എത്തിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രദീപിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അമ്പിളിയും പ്രദീപും സുനിലും ചേർന്നാണ് കൊലപാതക ഗൂഢാലോചന നടത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പണം തട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. ഒളിവിലുള്ള സുനിലിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. ഇയാൾ കേരളത്തിൽ തന്നെയുണ്ടെന്നാണ് നിഗമനം. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും പരിശോധന നടക്കുന്നുണ്ട്. അതേസമയം അമ്പിളിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. 24 തിരുവനന്തപുരം. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രണം നടത്തിയത് സജ്ജികുമാർ എന്ന അമ്പിളി എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു. 2 മാസം മുൻപാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, എന്തൊക്കെയാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ? ഉന്മേഷ്, ഈ കൊലപാതക കേസിൽ ഇപ്പോൾ ഒരു വ്യക്തത ഏതാണ്ട് വരികയാണ്. ഈ നേരത്തെ വരെ ഇന്നലെ വരെ പോലീസ് കരുതിയിരുന്നത് ഈ ഒളിവിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ സുനിൽകുമാർ ആണ് ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ 4ാമതെടുത്ത കസ്റ്റഡിയിലെടുത്തയാളെ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഈ കേസിലെ അതായത് ആദ്യം അറസ്റ്റിലായിട്ടുള്ള സജികുമാർ എന്ന അമ്പിളി തന്നെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നൊരു വിവരമാണ് പോലീസ് പുറത്തുവിടുന്നത്. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദീപുവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഈ അമ്പിളിക്ക് ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പായിരുന്നു ഈ പാറശാല സ്വദേശിയായ സുനിലിനെ ഈ അമ്പിളി പരിചയപ്പെടുന്നത്. അതൊരു മദ്യപാന സദസ്സിനിടയിലായിരുന്നു ഈ ഒരു പരിചയം. പിന്നീട് ഇവർ തമ്മിൽ അടുക്കുകയായിരുന്നു. വീണ്ടും ഒരു മദ്യപാന സദസ്സിനിടയിൽ തനിക്കൊരാളെ കൊല്ലാനുണ്ടെന്നൊരു കാര്യം ഈ അമ്പിളി സുനിലിനോട് പറഞ്ഞെങ്കിലും അതൊരു തമാശയായിട്ടാണ് സുനിൽ കണ്ടത്. പിന്നീട് ഒരിക്കൽ ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള സമയം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ JCB വാങ്ങാൻ പൊള്ളാച്ചിക്ക് പോകുന്നതും 10 ലക്ഷം രൂപ ഒപ്പം കരുതുന്നത് അടക്കമുള്ള കാര്യം കിട്ടുന്നത്. ഈ ദീപു മോഹൻ സമ്പന്നനാണ്. ഇയാളിൽ നിന്ന് പണം തട്ടുക തന്നെയായിരുന്നു അമ്പിളിയുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഈ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഈ ദിവസം തന്നെ അമ്പിളി തിരഞ്ഞെടുത്തത്. ഇതിനു വേണ്ടിയിട്ട് സുനിൽകുമാറിനെ ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നൽകാൻ ഈ അമ്പിളി വിളിച്ചാവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ സർജിക്കൽ ബ്ലേഡും ഒപ്പം തന്നെ ഗ്ലൗസും ക്ലോറോഫോം അടക്കമുള്ള സാധനങ്ങൾ സുനിൽകുമാർ നൽകുന്നത്. ഈ കൊലപാതക ദിവസം 24-ാം തീയതി രാത്രി ഈ അമ്പിളിയെ സുനിൽകുമാറും ഈ പ്രദീപ് ചന്ദ്രനും ഒരുമിച്ച് ചേർന്നാണ് കാറിൽ ഈ അമരവിളയിൽ കൊണ്ടെത്തിച്ചത്. ഈ കാറിൽ പോകുമ്പോഴാണ് അമ്പിളി പറയുന്നത് താൻ ആരെയാണ് കൊല്ലാൻ പോകുന്നെന്ന വിവരം ഇരുവരോടും പറയുന്നത്. അതിനുശേഷം അമരവിളയിൽ ഇറക്കിയ ശേഷം ഇരുവരും ഈ പ്രദീപ് ചന്ദ്രനും സുനിൽകുമാറും കാറിൽ തിരികെ മടങ്ങുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഈ അമ്പിളി കൊല നടത്തിയതിനു ശേഷം അവിടെ നിന്ന് ബൈക്കിൽ കയറി കളിയിക്കാവിലേക്ക് എത്തിയതായി പറയുന്നു. അതിനുശേഷം നേരെ പോയത് ഈ മരിച്ച ദീപുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ മരണാനന്തര ചടങ്ങുകൾക്കും ഇയാൾ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് അജീഷ്, ഏതായാലും അത്തരം നിഗമനങ്ങളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തും മഴയില്ല എന്നുള്ള കാര്യം ഷൈജു ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. നേരത്തെ കോട്ടയത്ത് നല്ല വെയിലാണെന്ന് ജോസിൻ പറഞ്ഞതിന് പിന്നാലെയാണ് കൊല്ലത്തെ മഴയുടെ കാര്യം. മഴയില്ല എന്ന് ഉള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ശിക്ഷാ ഇളവ് തേടി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിലെ പ്രതിയും അന്തരിച്ച CPI നേതാവുമായ PK കുഞ്ഞനന്ദന്റെ ബന്ധുക്കളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികളാണ് സുപ്രീം കോടതിയിലെത്തിയത്. ഹൈക്കോടതി നിർദ്ദേശിച്ച ശിക്ഷയിലെ ഇളവാണ് ആവശ്യം. അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നീ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ സുപ്രീം കോടതിയെ സമീപിച്ചവരിൽ ഉൾപ്പെടുന്നു. 12 വർഷമായി ജയിലിലാണെന്ന് പ്രതികൾ ഹർജിയിൽ അറിയിച്ചു. ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബുവും KK കൃഷ്ണനും ആവശ്യപ്പെടുന്നതും ശിക്ഷ ഇളവാണ്. തങ്ങളെ വിചാരണ കോടതി വസ്തുത ബോധ്യപ്പെട്ട് വെറുതെ വിട്ടതാണെന്ന് ഇരുവരും ഹർജിയിൽ വിവരിക്കുന്നു. ഹൈക്കോടതി വിശദമായി തങ്ങളുടെ ഹർജി പരിശോധിച്ചിട്ടില്ല. കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIM നേതാവ് കുഞ്ഞനന്ദന്റെ കുടുംബവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്.
കുഞ്ഞനന്ദൻ കുറ്റവാളിയാണെന്ന കണ്ടെത്തൽ റദ്ദാക്കണമെന്നാണ് ആവശ്യം. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വലിയ വിവാദമായതിനു പിന്നാലെയാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ഇനി പൊള്ളാൻ പോകുന്ന നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജിയോയ്ക്ക് പിന്നാലെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എയർടെല്ലും 10 മുതൽ 21% വരെയാണ് വർധന. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധന ബാധകമാകും. ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെലികോം കമ്പനികൾ ഒന്നൊന്നായി നിരക്ക് കൂട്ടി തുടങ്ങിയത്. ദിവസേന 70 പൈസയിൽ താഴെയുള്ള വർധനയാണ് എൻട്രി ലെവൽ പ്ലാനുകളിൽ വരുത്തുന്നതെന്നാണ് എയർടെൽ അവകാശപ്പെടുന്നത്. എന്നാൽ വിവിധ പ്ലാനുകളിലായി 20 മുതൽ 50 രൂപ വരെ വ്യത്യാസം ഉപഭോക്താക്കൾക്കുണ്ടാകും. ജൂലൈ 3 മുതലാണ് പുതിയ മൊബൈൽ താരിഫുകൾ നിലവിൽ വരിക. രാജ്യത്ത് മെച്ചപ്പെട്ട രീതിയിൽ ടെലികോം കമ്പനികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം 300 രൂപയിൽ കൂടുതൽ വേണമെന്ന നിലപാടാണ് എയർടെലിനുള്ളത്. 2021 ശേഷമാണ് കമ്പനികൾ ഗണ്യമായ വർധന വരുത്തുന്നത്. കോടികൾ മുടക്കി കമ്പനികൾ 5G സേവനം തുടങ്ങിയെങ്കിലും ഫ്രീ ആയി സർവീസ് നൽകുന്നതിനാൽ ആ ഇനത്തിൽ വരുമാനമില്ല. നേരിയ വർധന ഉപഭോക്താക്കളും അംഗീകരിക്കുമെന്ന ചില സർവേ ഫലങ്ങളും കമ്പനികൾക്ക് മുന്നിലുണ്ട്. ജിയോ കഴിഞ്ഞ ദിവസമാണ് താരിഫ് 12 മുതൽ 15% വരെ വർദ്ധിപ്പിച്ചത്. വി കമ്പനിയും താമസിയാതെ നിരക്ക് വർധന പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. 24 മുംബൈ. ജിയോ റേറ്റിംഗ് ഇങ്ങനെ കൂടിയാൽ എങ്ങനെ ഫുൾ ടൈം ചാനൽ കാണാൻ പറ്റുമെന്നാണ് ഹരിദാസിന്റെ ചോദ്യം. ശ്രീരാജ് കാലിക്കറ്റും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല മുന്നറിയിപ്പുകളും വന്നതല്ലേ, എന്നിട്ട് എന്തായി എന്നുള്ള രീതിയിൽ കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. ലിലി പറയുന്നത് വിജയ് നല്ല രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ളവർ നേതാക്കളാകണം രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിജയുടെ പരാമർശമാണ് ലില്ലിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അടുത്ത വാർത്ത അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ചിത്രീകരിച്ചത്. വ്യാജ വിദേശ ബ്രാൻഡ് വാച്ചുകൾ പിടികൂടിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും കസ്റ്റംസും. ചൈനയിൽ നിന്ന് അനധികൃതമായി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന കള്ളക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 9,000 വാച്ചുകളാണ് ഇന്നലെ കൊച്ചി, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത്. ചൈനയിൽ നിർമ്മിച്ച വ്യാജ വാച്ചുകൾ കേരളത്തിൽ വിറ്റഴിക്കുന്നതായി കസ്റ്റംസിനും പോലീസിനും നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലെയും കൊച്ചി ബ്രോഡ്വേയിലെയും കടകളിൽ ഇന്നലെ ഒരേ സമയം പരിശോധന നടത്തിയത്. ബ്രാൻഡ് വാച്ചുകളുടെ ഒറിജിനലിനെ വെല്ലുന്ന 9,000-ലധികം വ്യാജ പതിപ്പുകൾ പിടിച്ചെടുത്തു. 10,000 രൂപ മുതൽ 3 ലക്ഷം രൂപയ്ക്ക് വരെയാണ് വാച്ചുകൾ വിറ്റിരുന്നത്. വാച്ചുകളുടെ ശാസ്ത്രീയ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. വാച്ചുകൾക്ക് പുറമെ വ്യാജ കൂളിംഗ് ഗ്ലാസുകളും പിടികൂടി. കൊച്ചി, മലപ്പുറം ജില്ലകളിലെ കള്ളക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊച്ചി സെൻട്രൽ പോലീസ് 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി. ഇനി നമ്മൾ കാസർഗോട്ടേക്കാണ്. ദിവസങ്ങളായി നമ്മൾ അവിടുത്തെ ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട്. അതിന്റെ പുതിയൊരു തട്ടിപ്പ് വാർത്തയിലേക്ക്. ഹണി ട്രാപ്പ് നടത്തിയ കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി നിരവധി മാട്രിമോണിയൽ അക്കൗണ്ടുകൾ ആരംഭിച്ചു എന്ന് കണ്ടെത്തൽ. വ്യാജ വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നത ജോലിയും കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഈ അക്കൗണ്ടുകളിൽ കുടുക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നും സൂചനയുണ്ട്. 2023 ശ്രുതി ചന്ദ്രശേഖരൻ മാട്രിമോണി അക്കൗണ്ട് വഴിയാണ് തൃശൂരിലെ പോലീസുകാരനെ പരിചയപ്പെടുന്നത്. വിവാഹാലോചനയുമായി മുന്നോട്ടു പോയതോടെ വീട്ടുകാർ എന്ന വ്യാജേന മറ്റു ചിലരെ കൂടി പരിചയപ്പെടുത്തി. വാടക വീട്ടിൽ കഴിയുന്ന പോലീസുകാരനിൽ നിന്ന് വീട് പണിക്കായി ലോൺ എടുത്ത 15 ലക്ഷത്തോളം രൂപ പലപ്പോഴായി യുവതി തട്ടിയെടുത്തു. ഈ തട്ടിപ്പിന് കണ്ണൂർ സ്വദേശിയായ മറ്റൊരു പോലീസുകാരൻ കൂട്ടുനിന്നെന്നാണ് വിവരം. പയ്യാവൂർ സ്റ്റേഷനിലെ CI എന്നും അമ്മാവനെന്നും ശ്രുതി പരിചയപ്പെടുത്തിയ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും 2.5 ലക്ഷത്തോളം രൂപ അയപ്പിച്ചു. ഡോക്ടേഴ്സ് മുതൽ കാസർകോട്ടെ ഒരു ബാങ്ക് മാനേജർ വരെ യുവതിയുടെ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്തും സമാനമായ തട്ടിപ്പ് നടത്തിയ ശ്രുതി ചന്ദ്രശേഖരന് പിന്തുണ നൽകിയവരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. 24 കാസർഗോഡ്. ഡൽഹിയിൽ കനത്ത മഴയായിരുന്നു. ഈ വർഷം ഡൽഹിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് കനത്ത മഴ എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏതായാലും വലിയ മഴയാണ് ഡൽഹിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇപ്പോൾ മലപ്പുറം ഇടവണ്ണയിൽ നിന്ന് വാർത്ത വരുന്നു. ഇവിടെ കാട്ടുപന്നി കുറുകച്ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അരീക്കോട് സ്വദേശി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ഷഹദ് റഹ്മാൻ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇന്ന് രാവിലെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. എടവണ്ണയിലാണ് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൽ ഹമീദാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. പിന്നീട് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയും 11 മണിയോടുകൂടി ഈ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അരീക്കോട് നിന്നും എടവണ്ണയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാട്ടുപന്നി കുറുകെ
കുറുകെ ചാടുന്നത്. കുറുകെ ചാടിയ ഉടൻ തന്നെ ഈ ഹമീദ് ഈ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു. തെറിച്ചു വീണ ഉടൻ തന്നെ ഈ വഴിയിലൂടെ പോലീസ് ജീപ്പ് പോകുന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസുകാർ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശരി, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് മഴ കുറയുന്നു എന്ന് എല്ലായിടത്തു നിന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിലും പവിത്രം പാതിരെ പറ്റി പറയുന്നുണ്ട്. പണ്ടൊക്കെ മഴക്കാലമായാൽ തവളകളുടെ സംഗീതം കേൾക്കാമായിരുന്നു. ആ സംഗീതത്തോടൊപ്പമായിരിക്കും മഴയുടെ വരവ്. അങ്ങനെ കാലാവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ടായ വലിയ മാറ്റങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് പവിത്രൻ പാതിരപ്പറ്റയുടെ ആ കമന്റ്. നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ ഒന്നാണ് സിക്കിമിലെ നാഥുല പാസ്. ചൈനയ്ക്കും ടിബറ്റിനും ഇടയിലുള്ള നാഥുല പാസിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നാഥുല പാസിലാണ്. ചിത്രത്തിൽ കാണുന്നത് ചൈനയുടെ ഗേറ്റാണ്. ഈ റോഡ് ഇന്ത്യയുടെ റോഡാണ്. ഇന്ത്യയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ റോഡാണ് വന്ന് ഇവിടെ തീരുന്നത്. ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഇത് ചൈനയുടെ ഗേറ്റാണ്. ഈ ഗേറ്റ് കടന്നാണ് ചൈനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഗേറ്റ് അവിടെ വെച്ച് ഇന്ത്യയുടെ പ്രദേശം അവിടെ തീരുകയാണ്. ആ വേലി കാണുന്നത്, ഇരുമ്പ് വേലി കാണുന്നത് ചൈനയുടെ പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ കെട്ടിടം അത് ചൈനയുടേതാണ്. ഓഫീസ് ഓഫ് ഇന്റർനാഷണൽ മെയിൽ എക്സ്ചേഞ്ച് ഈ ചൈനീസ് ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചൈനയുടെ പ്രദേശമാണ്. മുകളിലേക്ക് കാണുന്ന 2 ടവറുകളും ചൈനയുടെ ടവറുകളാണ്. ഉയരങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്രദേശങ്ങൾ മുഴുവൻ അവർക്ക് കാണാനാവും. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് ഇന്ത്യക്ക് ചൈനയുടെ പ്രദേശങ്ങളൊക്കെ കാണാനാവും. വെരി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. 1975 വരെ ഇത് സിക്കിമിന്റെ ഭാഗമായിട്ട് അറിയപ്പെട്ടു. 75-ലാണ് സിക്കിം എന്ന സംസ്ഥാനം രൂപം കൊണ്ടത്, ഇന്ത്യയുടെ ഭാഗമായി തീർന്നത്. അതുവരെ സിക്കിം രാജ്യഭരണത്തിലായിരുന്നു. ഈ സിക്കിം ചൈന ആഗ്രഹിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രദേശമായി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേണൽ റായ് സിംഗ് തുടങ്ങിയിട്ടുള്ള വലിയ ഹീറോസ്, ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള വലിയ നായകന്മാർ, സൈന്യത്തിലെ നായകന്മാർ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയാണ്. ഇപ്പോൾ നാഥുല പാസിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടത്. പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിമാന കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിരക്ക് കുത്തനെ ഉയർത്തി. കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാണ് പ്രവാസി സമൂഹത്തിന്റെ ആവശ്യം. പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയ പ്രവാസികൾ നട്ടം തിരിയുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇരുട്ടടിയായി വിമാന നിരക്ക് ഇരട്ടിയിൽ ഏറെയായിരിക്കുന്നു. വിമാന കമ്പനികൾ പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ദുബായിലേക്ക് നേരത്തെ 12,000 രൂപയൊക്കെയായിരുന്നു ടിക്കറ്റ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ അവധി ആരംഭിച്ചതോടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തി തുടങ്ങി. പെരുന്നാൾ കാലമായപ്പോഴേക്കും നിരക്ക് 3 ഇരട്ടിയിലേറെയായി പല ദിവസങ്ങളിലും. ഇപ്പോൾ കോഴിക്കോട് നിന്നും ദുബായിലേക്കുള്ള വിമാന നിരക്ക് 27,288 രൂപയാണ്. ദോഹയിലേക്ക് 34,286, ജിദ്ദയിലേക്ക് 34,091 രൂപയാണ് ഇപ്പോഴത്തെ വിമാന നിരക്ക്. ഓരോ ദിവസവും നിരക്കിൽ വ്യത്യാസവുമുണ്ട്. കേരളത്തിന് പൊതുവിലും മലബാറിൽ പ്രത്യേകിച്ചും ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വിമാന കമ്പനികൾക്ക് ന്യായീകരണങ്ങൾ ഏറെയുണ്ടെങ്കിലും സാധാരണ പ്രവാസികൾക്ക് ഇത് ശരിക്കും ചൂഷണം മാത്രമാണ്. മനഃപൂർവ്വമായി തന്നെ അവർ ചെയ്യുന്നതാണ്. അതിന് ഒരുപാട് തെളിവുകൾ, കാരണം ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതും നമുക്ക് ഈ ഗൾഫ് സെക്ടറിലും അതായത് അതിനേക്കാളും കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എക്കണോമിക്കൊക്കെ ഉള്ളത്. ഇതിന് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ പ്രവാസികളാണല്ലോ ഏറ്റവും കൂടുതൽ റവന്യൂ ഈ ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ നാടുകൾക്ക് കൊടുക്കുന്നത്. പ്രവാസികൾ ഏറെയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലാണ് പ്രവാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ദീപക് ധർമ്മടം, 24. വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ പ്രവാസികൾ വലിയ ചൂഷണം നേരിടുന്നുണ്ട് എന്ന് മന്ത്രി എം പി രാജേഷ്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടുന്നില്ല എന്ന് മന്ത്രി നിയമസഭ അറിയിച്ചു. ലോക മലയാളി എന്ന സങ്കല്പം വളർത്തിയെടുക്കുക സുപ്രധാന ചുവടുവെപ്പാണ് ലോക കേരള സഭയെന്നും മന്ത്രി പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച യെദ്യൂരപ്പയുടെ 3 അനുയായികളെ കൂടി പ്രതി ചേർത്താണ് കുറ്റപത്രം.
ബംഗളൂരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സമർപ്പിച്ച 750 പേജുള്ള കുറ്റപത്രത്തിൽ യെദ്യൂരപ്പ ഉൾപ്പെടെ 4 പ്രതികളാണുള്ളത്. പരാതിയിൽ പറയുന്ന കുറ്റകൃത്യം യെദ്യൂരപ്പ ചെയ്യുകയും അത് മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ വകുപ്പിന് പുറമെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354A, 214, 204 എന്നീ വകുപ്പുകൾ കൂടി ചുമത്തി. CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് മറ്റു 3 പേരെ കേസിൽ പ്രതി ചേർത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. യെദ്യൂരപ്പയുടെ വസതിയിൽ അമ്മയോടൊപ്പം സഹായം ചോദിച്ചെത്തിയ 17-കാരിയെ സ്വകാര്യ മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പരാതി പിൻവലിക്കാൻ പെൺകുട്ടിയുടെ കുടുംബത്തിന് യെദ്യൂരപ്പ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ തന്നെ കൊടുക്കാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് യെദ്യൂരപ്പ ആരോപിച്ചിരുന്നു. 24 ബംഗളൂരു. നഷ്ടമാകുന്ന പഴയ പ്രകൃതി കാഴ്ചകളെക്കുറിച്ചുള്ള ദുഃഖം അത് രോഹിണി മനോജ് പ്രകടിപ്പിക്കുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന പല പ്രകൃതി ഭംഗി അതിപ്പോൾ നാട്ടിൻപുറത്ത് പോലും കാണുന്നില്ല എന്നാണ് ആശങ്ക. വീണ്ടും റെക്കോർഡ് തിരുത്തി ഓഹരി വിപണികൾ. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 79,500, നിഫ്റ്റി 24,200 കടന്നു. ഈ മാസം 11ാം തവണയാണ് ഓഹരി വിപണി റെക്കോർഡ് ഭേദിക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനയുണ്ടായി. വലിയ ആവേശത്തിലാണ് ഇന്ത്യൻ വിപണികൾ. കഴിഞ്ഞ ദിവസമാണ് സെൻസെക്സ് 79,000-വും നിഫ്റ്റി 24,000-വും കടന്ന് റെക്കോർഡ് കുറിച്ചത്. മുൻപ് വർഷങ്ങളെടുത്താണ് വിപണികൾ 1000 പോയിന്റ് കടന്നിരുന്നത്. വെറും 2 ദിവസം കൊണ്ടാണ് 78,000 കടന്ന സെൻസെക്സ് 79,000-ന് മുകളിലെത്തിയത്. 23 സെഷനുകളിലായാണ് ദേശീയ ഓഹരി വിപണി 1000 പോയിന്റ് കൂട്ടിച്ചേർത്തത്. 3 പ്രധാന കാരണങ്ങളാണ് വിപണിയിലെ റെക്കോർഡ് പ്രതിഭാസത്തിന് പിന്നിലെന്ന് വിദഗ്ധർ പറയുന്നു. സുസ്ഥിര സർക്കാർ ഭരണത്തിൽ വന്നതും ബജറ്റിൽ ചരിത്രപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന രാഷ്ട്രപതിയുടെ വാക്കുകളും വിപണികളെ സ്വാധീനിച്ചു. ഒപ്പം തന്നെ രാജ്യത്തെ ബാങ്കുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നെന്ന റിപ്പോർട്ടും വിപണിയെ ചലിപ്പിക്കുന്ന ഘടകമായി. ബാങ്കുകളുടെ കിട്ടാക്കടം വർഷങ്ങൾക്ക് ശേഷം 2.8% താഴ്ന്നെന്ന കണക്കുകൾ RBI പുറത്തുവിട്ടതോടെ ബാങ്ക് നിഫ്റ്റിയും റെക്കോർഡ് പുതുക്കി. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമോ എന്ന് ഉറപ്പുവരാത്തതിനാൽ ചാഞ്ചാട്ടത്തിലാണ് സ്വർണ്ണവിപണി. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില കൂടുന്നത്. പവന് 320 രൂപ കൂടി 52,920 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 6,615 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് വരാനിരിക്കുന്ന അമേരിക്കൻ വിലക്കയറ്റ സൂചിക ഉറ്റുനോക്കുകയാണ് വിപണികൾ. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് നാളെ നിർണായക പോരാട്ടം. പരാഗ്വേക്കെതിരായ മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 6:30-ക്കാണ്. 5 തവണ ലോക ചാമ്പ്യന്മാർ, 9 തവണ കോപ്പ അമേരിക്ക ജേതാക്കൾ, 4 തവണ കോൺഫെഡറേഷൻ കപ്പ് ചാമ്പ്യന്മാർ. താരപ്പൊലിമയിലും കിരീടക്കണക്കുകളിലും ബ്രസീലിനെ വെല്ലാൻ ഫുട്ബോൾ ലോകത്ത് ടീമുകൾ ചുരുക്കം. എന്നാൽ കുറച്ചു കാലങ്ങളായി പ്രതാപത്തിന്റെ നിഴൽ പോലുമല്ല കാനറുകൾ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ 6ാം സ്ഥാനത്ത്, ഫിഫ റാങ്കിങ്ങിൽ 4ാം സ്ഥാനം. ഏറെ പ്രതീക്ഷകളോടെ എത്തിയ കോപ്പയിൽ ആദ്യ മത്സരത്തിൽ സമനിലയുടെ നിരാശ. ഇങ്ങനെയൊരു ബ്രസീലിനെ താൻ കണ്ടിട്ടില്ലെന്നും ടീമിന്റെ കളി കാണാൻ പോലും താല്പര്യമില്ലെന്ന് ഇതിഹാസ താരം റൊണാൾഡീഞ്ഞോ വരെ കുറ്റപ്പെടുത്തുന്നു. പരിക്കേറ്റ നെയ്മാർ ജൂനിയർ പുറത്തായതോടെ യുവനിരയുമായാണ് ബ്രസീൽ കോപ്പയിൽ പന്തു തട്ടുന്നത്. വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയുമെല്ലാം ഉണ്ടെങ്കിലും ക്ലബിനൊപ്പമുള്ള പ്രകടനം ദേശീയ കുപ്പായത്തിൽ പുറത്തെടുക്കാൻ അവർക്കാവുന്നില്ല. അർജന്റീൻ നായകൻ ലിയോണൽ മെസ്സിയെ ഏറെക്കാലം ക്ലബ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കളിയാക്കിയതെല്ലാം തിരിച്ചടിക്കുകയാണിപ്പോൾ. ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കയോട് ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയ ബ്രസീലിന് ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ പരാഗ്വേക്കെതിരെ ജയിച്ചേ തീരൂ. ചിരവൈരികളായ അർജന്റീന ക്വാർട്ടർ ഉറപ്പിച്ച കൂടി സാഹചര്യത്തിൽ അധിക സമ്മർദ്ദമുണ്ട് കാനറുകൾക്ക്. സ്പോർട്സ് ഡെസ്ക് 24. 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് മിന്നും നേട്ടം. 7 വിദ്യാർത്ഥികൾ 100% സ്കോർ കരസ്ഥമാക്കി. ബ്രില്യന്റിലെ 500-ലധികം വിദ്യാർത്ഥികളാണ് 99-ന് മുകളിൽ സ്കോർ നേടിയത്. എൻട്രൻസ് പരീക്ഷകളിലെ തിളക്കമാർന്ന നേട്ടം ആവർത്തിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കീം 2024 സ്കോർ പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാൻ 100% സ്കോർ സ്വന്തമാക്കി. ഹാഫിസിനെ കൂടാതെ ആലപ്പുഴ സ്വദേശികളായ ദേവാനന്ദ്, നെവിൻ സിബി, കോട്ടയം സ്വദേശികളായ അലൻ ജോണി, റിയ അനി റുബർട്ട്, ജോർഡൻ ജോയ് എന്നിവർ 100% സ്കോറോടെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു. തൃശൂർ സ്വദേശിയായ ശ്രേയ റോസ് ബിജു ഫാർമസി വിഭാഗത്തിൽ 100% സ്കോർ കരസ്ഥമാക്കി. ബ്രില്യന്റിലെ 500-ലധികം വിദ്യാർത്ഥികൾ 99%-ന് മുകളിൽ സ്കോർ നേടി. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ 720 മാർക്കോടെ ഓൾ ഇന്ത്യ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ, കീം ഉൾപ്പെടെയുള്ള എൻട്രൻസ് പരീക്ഷകളിലെ ചരിത്ര വിജയത്തിലൂടെ
ദേശീയ തലത്തിലും സംസ്ഥാനത്തും എതിരില്ലാത്ത നേട്ടമാണ് പാലാ ബ്രില്യന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. 24 കോട്ടയം. എടവനക്കാട് കടൽ ഭിത്തി കെട്ടുന്നത് സംബന്ധിച്ച് കളക്ടറുമായി സമരസമിതി നടത്തിയ ചർച്ച പരാജയം. ചർച്ച തൃപ്തികരമല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുള്ള പറഞ്ഞു. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു. ഇപ്പൊ നമ്മൾ അടിയന്തരമായിട്ട് അവിടെ വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ ജനകീയ സമര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ജനകീയ സമര യോഗത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമിതിയുടെ ഒരു തീരുമാനത്തിലും അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. സമരം ശക്തമാക്കി ഈ ഹൈവേയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെ എറണാകുളം ഭാഗങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. അപ്പോൾ എടവനക്കാട് സമരം തുടരുകയാണ്. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂൺ പൂർത്തിയാവുകയാണ്.